പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയുക്ത പ്രതിഷേധം നടന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് പിന്നാലെ തന്നെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നേറാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഏറെ നേരം ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിക്കുകയും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോലീസുകാർ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെ റോഡിൽ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും ഇവരാരും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷയൊരുക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന് ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഇവരാരും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മുദ്രാവാക്യം വിളികളോടുകൂടി തങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണം, ദേശീയപാതയുടെ തകർച്ച പരിഹരിക്കണം, സർവീസ് റോഡുകൾ നന്നാക്കണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. തൃശൂരിനെ സംബന്ധിച്ചുകൊണ്ട് പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് നിരവധി വർഷങ്ങളുടെ പഴക്കങ്ങളുണ്ട്. ഒട്ടേറെ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയം അന്യായമായ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലായി സമരങ്ങൾ നടത്തുന്നു. ഇപ്പോൾ കനത്ത കാലവർഷത്തിൽ റോഡുകളൊക്കെ തകർന്ന് സർവീസ് റോഡുകൾ കൂടി തകർച്ചയുടെ വക്കത്തിലെത്തിയതോടുകൂടി തൃശ്ശൂരിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ഗതാഗത കുരുക്ക് നമുക്കറിയാം. ദിവസേന 4-5 മണിക്കൂറുകൾ റോഡിൽ കുരുങ്ങിക്കിടക്കേണ്ടി വരുന്ന സാഹചര്യം, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. 7 ഇടങ്ങളിലായി നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണിക്കൂറുകൾ നീളുന്ന കുരുക്കാണ് ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള പ്രതിഷേധം തുടർന്നു വരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും അതിശക്തമായ സമരം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്.